ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ട് തൊട്ടേ നമ്മൾ കഴിക്കുന്ന ഒന്നാണ് തേൻ. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. തേൻ കഴിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ദഹനത്തിന് നല്ലതാണ്. പെട്ടെന്ന് തന്നെ എനർജി കൂട്ടാനും ഇത് സഹായിക്കുന്നു. ഉറക്കം കിട്ടാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തേൻ കലക്കി കുടിക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് ക്ഷീണം വരുമ്പോഴും പനി ഉണ്ടാകുമ്പോഴുള്ള ക്ഷീണത്തിനും അമിതമായി വയർത്ത് തളർന്നു വരുന്ന സമയത്തും 1 ടീസ്പൂൺ തേൻ കഴിക്കുന്നത് നല്ലതാണ്. തേൻ ഒരിക്കലും ഡയറക്റ്റായിട്ട് ചൂടാക്കാൻ പാടില്ല. തേൻ ഒരിക്കലും വളരെ ചൂടുള്ള ഭക്ഷണത്തിൽ കൂട്ടി ഉപയോഗിക്കാൻ പാടില്ല. കുട്ടികൾക്കുണ്ടാകുന്ന തുമ്മൽ, ജലദോഷം, അലർജി, തൊണ്ടവേദന, ചുമ എന്നിവ കുറയ്ക്കുന്നതിന് 1 സ്പൂൺ തേനിൽ 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. എന്നാൽ 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തേൻ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. പിന്നെ നെയ്യും തേനും സമാസമം ഒരിക്കലും മിക്സ് ചെയ്ത് ഉപയോഗിക്കരുത്. ശുദ്ധമായ തേൻ കുടിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന് വളരെ നല്ലതാണ്. ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ചെറിയ തേനാണ്. കായികാഭ്യാസം കൂടുതലുള്ള കുട്ടികൾക്ക് തേൻ കൊടുക്കുന്നത് നല്ലതാണ്. അലർജി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും തേനും ചേർത്ത് കഴിക്കുക. ഇത് അതിരാവിലെ തുടർച്ചയായിട്ട് വെറും വയറ്റിൽ കഴിക്കുക. ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. ആസ്മ പോലുള്ള രോഗങ്ങൾ ഇല്ലാതാകുന്നു. പിന്നെ അലർജി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും തൊണ്ടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും വയറിന് വരുന്ന പ്രശ്നങ്ങൾക്കും തേനും ഇഞ്ചിയും കൂട്ടി കഴിക്കുന്നത് നല്ലതാണ്. വയറിളക്കം ഉണ്ടാകുമ്പോഴുള്ള ക്ഷീണത്തിന് തേനിൽ കുറച്ച് വെള്ളം ചേർത്ത് ഉപയോഗിക്കാം. തേൻ നല്ലതല്ലെന്ന് വിചാരിച്ച് ഒരുപാട് കുടിക്കാൻ പാടില്ല. 15 മില്ലിൻ്റെ കൂടുതൽ ഒരു ദിവസം കുടിക്കരുത്. പ്രമേഹമുള്ളവർ പഞ്ചസാരയുടെ പകരം തേൻ കഴിക്കാറുണ്ട്. എന്നാൽ ഇത് കഴിവതും ഒഴിവാക്കണം. ഇങ്ങനെ തേൻ കഴിക്കുകയാണെങ്കിൽ പ്രമേഹം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലർ തടി കുറയ്ക്കാൻ തേൻ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ തേൻ കഴിച്ചാൽ നമ്മുടെ വണ്ണം കുറയുകയില്ല. തേൻ പൊള്ളലേൽക്കുമ്പോഴും മുറിവുകൾ പറ്റുമ്പോഴും തേക്കാറുണ്ട്. ഇത് വളരെ നല്ലതാണ്. എന്നാൽ ശുദ്ധമായ തേനാണോ എന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് ഉപയോഗിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.